നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷത്തിൽ ചതുർഗ്രഹ യോഗം. കല്യാണവാത്മാവിൻ്റെ സാരാവലിയിലെ വിശേഷ യോഗങ്ങളാണ് ഇതൊക്കെ. 4 ഗ്രഹങ്ങളുടെ ഒരു യോഗം, വളരെ വിശേഷപ്പെട്ടൊരു യോഗമാണിത്. ഇവിടെ ഈ 4 ഗ്രഹങ്ങളിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ അഥവാ കേന്ദ്രഗ്രഹങ്ങളായി വരുന്നത് ആദിത്യനും ചൊവ്വയും ബുധനും ശുക്രനുമാകുന്നു. 2 ശുഭഗ്രഹങ്ങൾ, 2 പാപഗ്രഹങ്ങൾ. ഈ ഗ്രഹങ്ങളുടെ യോഗം മൂലം ഉണ്ടാകുന്ന ഒരു വ്യക്തി, മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. പരധാരരഥശ്ചോരോ വിഷമാംഗോ ദുർജനോ വിഗതസത്വഃ ഭവതി പ്രസവേ പുരുഷഃ സിത രവി ഭൗമേന്ദുജൈഹി സഹിതൈഹി. സിതൻ എന്നാൽ ശുക്രൻ, രവി എന്നാൽ സൂര്യൻ, ഭൗമൻ എന്നാൽ ചൊവ്വ. ഇന്ദുജൈഹി, ഇന്ദുജഹ എന്നാൽ ചന്ദ്രപുത്രൻ ബുധൻ. ഈ ഗ്രഹങ്ങളോട് കൂടിയ സഹിതൈഹി, സഹസ്ഥിതൈഹി, ഇവരോടുകൂടി നിൽക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ എപ്രകാരമാണെന്ന് ഇവിടെ പറയുന്നു. ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പരതാരാരഥനാണ്. പരസ്യ, അന്യൻ്റെ ഭാര്യയിൽ രതി, താല്പര്യമുള്ള ആളാണ്. സ്വന്തം ഭാര്യയിലല്ല അദ്ദേഹത്തിൻ്റെ കണ്ണ്, അന്യൻ്റെ ഭാര്യയിലാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ചൊവ്വയും ശുക്രനുമൊക്കെ ഒന്നിച്ച് വന്നാൽ തന്നെ സ്ത്രീ വിഷയത്തിൽ അങ്ങേയറ്റം ദൗർബല്യമുള്ള വ്യക്തിയാണ്. അവിടെ ബുധനും കൂടി വരുമ്പോഴൊക്കെ ബുധൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതിനാൽ അന്യ ഭാര്യയിൽ താല്പര്യമുള്ള വ്യക്തിയാവുക. പിന്നീട് ചോരഹ, ചോരൻ എന്നാൽ ചോരയതി ഇതി ചോരഹ, മോഷണം ചെയ്യുന്ന ആൾ, കള്ളനാവുക. പിന്നീട് വിഷമാംഗ, അംഗവൈകല്യമുള്ള ശരീരം ഉണ്ടാവുക. അപ്രകാരം തന്നെ ദുർജനഹ, ദുഷ്ടനായ മനുഷ്യനാവുക. സജ്ജനമല്ല, സജ്ജനത്തിൻ്റെ വിപരീതമാണ് ദുർജനം. ഇയാൾ ദുർജനമാകുന്നു. പിന്നീട് ഇദ്ദേഹം ആരാണ്? വിഗത സത്വഹ, സത്വബലമില്ലാത്ത വ്യക്തിയുമാണ്. ശരീരത്തിന് ക്ഷമത, സത്വമുണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യുവാനും ഏത് വിഷയത്തിലും തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ ഫിസിക്കലി പറ്റുകയുള്ളൂ. അതിനാൽ ഇയാളുടെ വിഷമാംഗമാണ്. ശരീരത്തിന് സ്വതവേ അംഗത്തിന് വൈകല്യമാണ്. അതിനാൽ വേണ്ടത്ര സത്വബലം ഉണ്ടാകില്ല. ഇദ്ദേഹം വിവാഹമൊക്കെ കഴിച്ചാൽ തന്നെ ഭാര്യ കഷ്ടപ്പെടും എന്നർത്ഥം. പിന്നീട് ഭവതി പ്രസവേ, ഇങ്ങനെയുള്ളൊരു വ്യക്തി പ്രസവിക്കുമ്പോൾ, മാതാവ് പ്രസവിക്കുമ്പോൾ ഈ തരത്തിലുള്ള സ്വഭാവത്തിന് ഉടമസ്ഥനായിരിക്കുമെന്ന് സാരം. ഒരു നല്ല സമീചീനമായ യോഗമല്ല ഇതെന്ന് നിങ്ങൾ അറിയുക. നമസ്തേ.